ശാന്തിയും സമാധാനം സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാ ദിവസവും എല്ലാവരും സന്തോഷിക്കും. അതാണ് നമ്മുടെ ജ്യോതിഷം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും മാത്രം ഇട്ടാൽ മതി. ഓരോ ദിവസവും ശിവപൂജ, വിഷ്ണുപൂജ, കുബേരപൂജ, ലക്ഷ്മി പൂജ, ഗണപതി പൂജ, ശത്രു സംഹാര പൂജ തുടങ്ങി പൂജകൾ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പേരും നാളും മാത്രം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നമ്മുടെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ ഒന്നുമില്ല. നിങ്ങളുടെ പേരും നാളെ അറിഞ്ഞുകൂടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ഇട്ടാൽ നമ്മൾ കണ്ടുപിടിച്ചോണം. അതുപോലെ തന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഐശ്വര്യത്തിനായി ധാരാളം കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ പൂജ ചെയ്യുമ്പോൾ നിങ്ങളും തീർച്ചയായും നിങ്ങളുടെ പൂജാമുറി വളരെ വൃത്തിയോടുകൂടി വിളക്ക് കത്തിക്കണം. എങ്കിൽ മാത്രമേ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. സെപ്റ്റംബർ 5 നമ്മുടെ നറുക്കെടുപ്പാണ്. അതിലൊരു ഭാഗ്യവാന് 25,000 രൂപയുടെ മൊബൈൽ കിട്ടും. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പ്രധാനമായ കാര്യം നമ്മൾ പറയാൻ പോകുന്ന ഇന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് ഈ കർക്കിടക മാസം ധനം കുമിഞ്ഞുകൂടുന്ന കുറേ നാളുകളാണ്. അവർക്ക് തീർച്ചയായും അപ്രതീക്ഷിതമായി ധനം എത്തിച്ചേരും. സുഹൃത്തുക്കൾ വഴിയാണ് അവർക്ക് ധനം എത്തിച്ചേരുന്നത്. അതിലൊരു മാറ്റവുമില്ല. അതിൽ പ്രധാനമായുള്ള നാളുകാരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ കർക്കിടക മാസം അതുപോലെ തന്നെ സ്ഥിരമായി, കർക്കിടകം മാത്രമല്ല സ്ഥിരമായി സുഹൃത്തുക്കളിൽ നിന്ന് ധനം എത്തിച്ചേരുന്ന നാളുകാർ, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കർക്കിടകമോ അല്ല എല്ലാ മാസങ്ങളിലും തീർച്ചയായും അവർ അപ്രതീക്ഷിതമായി ധനം എത്തിക്കാൻ ഈ സുഹൃത്തുക്കൾ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു നാളുകാരാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് അശ്വതി, ഭരണി, കാർത്തിക. ഈ നാളുകാർക്ക് വളരെ പ്രധാനമാണ്. അവർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് അവർക്ക് ധനം ഈ സുഹൃത്തുക്കൾ വഴി ധനം എത്തിച്ചേരും. അതിന് സമയമോ കാലമോ ഒന്നും പ്രശ്നമില്ല. ദൈവ അനുഗ്രഹമുള്ളൊരു നാളുകാരാണ് ഈ അശ്വതി, ഭരണി, കാർത്തിക. രോഹിണിയും മകേരവും തിരുവാതിരയും പുണർദം, പൂയം എന്നീ നാളുകാരെല്ലാം ദൈവാധീനമുള്ളതുകൊണ്ട് അവർക്ക് എപ്പോൾ സാമ്പത്തിക പ്രശ്നമുണ്ടായാലും ആ സമയത്തെല്ലാം ധനം എത്തിച്ചേരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ലക്ഷ്മി നാരായണൻ്റെ അനുഗ്രഹമുള്ള നാളുകാരാണ് ഈ നാളുകാർ. അവർക്ക് എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശാരീരികവും മാനസികമായി പ്രശ്നമുണ്ടാകും, ആരോഗ്യ പ്രശ്നമുണ്ടാകും. അവരെ സഹായിക്കാൻ ഒരു സുഹൃത്ത് മുഖേന അവരെ സഹായിക്കാനായി എത്തും. അതാണ് അവരുടെ ഈ ജാതകത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എല്ലാ സമയത്തും അവർക്കൊരു സഹായം, ദൈവാധീനം എപ്പോഴും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സഹായി എപ്പോഴും ഉണ്ടായി. അത് ഈശ്വരൻ്റെ രൂപം ഏത് രൂപത്തിലും വരാം, സുഹൃത്തിൻ്റെ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അവർക്ക് ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതമാണ്. അതുപോലെ തന്നെ ഉത്രട്ടാതി, രേവതി, പുണർദം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം തുടങ്ങിയ നാളുകാർക്കും സുഹൃത്തുക്കൾ വഴി ധാരാളം ധനമുണ്ടാകും. അത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിൻ്റാണ്. എപ്പോഴും അവർക്ക് ഐശ്വര്യങ്ങൾ വരാൻ തടസ്സമുള്ള സമയത്ത് പ്രതീക്ഷിക്കാത്ത ദിക്കിൽ നിന്ന് അവർക്ക് ധനം വരികയും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാനും സുഹൃത്തുക്കൾ വഴി അവർക്ക് ധനം എത്തിച്ചേരും. ഈ നാളുകാരെല്ലാം ഐശ്വര്യമാണ്. പക്ഷേ അവർക്ക് മടിയുണ്ട്. അതാണ് അവരുടെ ഐശ്വര്യത്തിൻ്റെ തടസ്സം. പല കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് സാമ്പത്തിക പ്രശ്നവും കുടുംബ പ്രശ്നവും എല്ലാം ഉണ്ടാകും. അത് ആ മടിക്കങ്ങ് മാറ്റാമെങ്കിൽ തീർച്ചയായും അവർക്ക് ഐശ്വര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി അവർ വെള്ളിയാഴ്ചകൾ തോറും ലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക്, വ്യാഴാഴ്ചകൾ തോറും വിഷ്ണുവിന് നെയ്വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ വീട്ടിൽ കുടുംബ അന്തരീക്ഷം ഉണ്ടാകും. കുടുംബത്തിൽ നല്ല ഐശ്വര്യം നടക്കും. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ഈ സ്ഥിരമായി അവരുടെ പക്കാ നാൾ, മാസം അവരുടെ നാൾ ഏത് നാളിലാണ് അവൻ ജനിച്ചതെന്ന് വെച്ചാൽ മാസത്തിൽ ഒരു നാൾ വരും. ഭരണിയെങ്കിൽ ഭരണി, അശ്വതി എങ്കിൽ അശ്വതി, രേവതി എങ്കിൽ രേവതി. ആ നാൾ വരുന്ന ദിവസങ്ങളിൽ പോയി നെയ്വിളക്ക് ദേവീക്ഷേത്രത്തിൽ പോവുകയോ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോവുകയോ ഒക്കെ ചെയ്ത് കത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് വെച്ചടി കയറ്റം വരിക. അവർ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ദിവസമാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറ്റിക്കിട്ടാൻ പറ്റും. കുടുംബത്തിൽ നല്ല ഐശ്വര്യങ്ങളുണ്ടാകും. മംഗളകരമായ പല കാര്യങ്ങളും നടക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ മാസത്തിലെ പക്കാ നാളുകൾ കണ്ടുപിടിച്ച് വരുന്ന ദിവസം മറക്കാതെ ക്ഷേത്രങ്ങളിൽ പോവുകയും അതുപോലെ തന്നെ ചൊവ്വയും വെള്ളിയും ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ചൊവ്വാഴ്ച നാരങ്ങ വിളക്ക് ദേവീക്ഷേത്രത്തിൽ കൊടുക്കുകയോ അർച്ചന കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളെല്ലാം ഈ പറഞ്ഞ നാളുകാർക്കെല്ലാം ഐശ്വര്യം വന്ന് ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവി നാരായണന് കുറക്കും. അവരുടെ മനസ്സിൻ്റെ ചഞ്ചലത മാറ്റുകയാണെങ്കിൽ കുറച്ച് വിശ്വാസമാണ്. എന്തിലായാലും, നമ്മളിലായാലും നമ്മുടെ ജ്യോതിഷത്തിലായാലും ഈശ്വരനായാലും എന്തിലും ഒരാൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലമുണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡ് ഒരു പ്രധാന ഘടകമാണ്.
പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ ഐശ്വര്യവുമുണ്ട്. നമ്മുടെ ജ്യോതിഷത്തിൽ തന്നെ ഇപ്പോൾ പൂർണ്ണമായ വിശ്വാസമുള്ള ധാരാളം ആൾക്കാർ അവർ 2-3 വട്ടം തന്നെ ലോട്ടറി അടിക്കുന്നുണ്ട്, ജോലി ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം അവരുടെ വിശ്വാസമാണ്. ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയും, എല്ലാവരും നറുക്കെടുപ്പിൽ പങ്കെടുക്കണം. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സെപ്റ്റംബർ 5 25,000 രൂപയുടെ മൊബൈലാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം ലക്ഷ്മി നാരായണ.